ഇനി പറയുന്നത് റീസൺസ് ഫോർ സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് അലയൻസ് ആണ്. അതിൽ ഫസ്റ്റ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. പാർട്ട്ണർഷിപ്സിന് അതായത് രണ്ട് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ മാർക്കറ്റിലുള്ള സ്കെയിൽ, അതായത് ഷെയറും കാര്യങ്ങളൊക്കെ കൂട്ടാൻ സാധിക്കും. അതായത് നല്ല സ്കില്ലുള്ള അത്യാവശ്യം റിസോഴ്സസ് ഉള്ള രണ്ട് കമ്പനികൾ ഒരുമിച്ച് ചേർന്നാൽ വർക്ക് ചെയ്യാൻ നന്നായിട്ട് കഴിയും. അതാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. സെക്കൻഡ് പറയുന്നത് എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ്. അതായത് മിക്ക ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊജക്റ്റുകൾക്കും ഡിഫറെൻറ്റ് ഫീൽഡുകളിൽ നിന്നുള്ള എക്സ്പെർട്ടൈസ് എന്താണ് ആവശ്യമാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഫീൽഡിലാണെങ്കിൽ കൂടി മറ്റ് ഫീൽഡുകളിൽ നിന്നുള്ള എക്സ്പെർട്ടൈസ് ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ട്രഡീഷണലായിട്ട് കമ്പനികൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കില്ലുകളും അവർ ഇൻ ഹൗസ് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കും. പക്ഷെ നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കോർ കോമ്പിറ്റൻസി ആയിട്ടുള്ള കാര്യം എന്താണോ അത് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലാതെ പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡൻ്റ്ലി ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. തേർഡ് പറയുന്നത് ഡിവൈഡിങ് ഗ്ലോബൽ ബിസിനസ് റിസ്ക് ആണ്. നമ്മുടെ ബിസിനസ് റിസ്കുകൾ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തുണ്ട്, റിസ്ക് ഉണ്ട്. കമ്പനീസിനെ സംബന്ധിച്ച് അവർ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഹ്യൂജ് റിസ്ക് അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് സെയിൽസ് ഇല്ല, അല്ലെങ്കിൽ സർവീസുകൾക്ക് ആളില്ല, ഇതെല്ലാം റിസ്ക്കാണ്. സോ നമുക്ക് നഷ്ടം വരാനുള്ള റിസ്ക്കാണ്. ഈ റിസ്ക്കുകൾ എന്ത് ചെയ്യാം, ആ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക. നാലാമത് പറയുന്നത് എൻറ്ററിങ് ന്യൂ ഫോറിൻ മാർക്കറ്റ്സ് ആണ്. സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് അലയൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള വഴിയാണ്. ഒന്നോ അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. ആ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയുന്ന മാർക്കറ്റുകൾ, അവർക്ക് നല്ല നോളജ് ഉള്ള മാർക്കറ്റുകളിൽ നല്ല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും നല്ല മാർക്കറ്റിംഗ് സിസ്റ്റമൊക്കെ ഉണ്ടാവും പാർട്ട്നേഴ്സിന്. സോ അതിൻ്റെ ഗുണം എന്ത് ചെയ്യും, മറ്റൊരു പാർട്ട്ണറിന് ലഭിക്കും. സോ ന്യൂ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു റീസണാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓവർകമ്മിങ് കോമ്പറ്റീഷനാണ്. കമ്പനീസ് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഏരിയാസിലൊക്കെ കോർപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ അലയൻസിൽ ഏർപ്പെടുന്നത് കോമ്പറ്റീഷനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോമ്പറ്റീഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്റ്റിഫായിട്ടുള്ള കോമ്പറ്റീഷനെ ഓവർകം ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കമ്പനീസ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് അലയൻസിൽ എന്ത് ചെയ്യുന്നത്, ഏർപ്പെടുന്നത്. അപ്പോൾ കമ്പനീസ് സ്ട്രാറ്റജിക് അലയൻസിലേക്ക് പോകാനുള്ള റീസൺസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസിഷൻസ് ഓഫ് എൻട്രി മോഡ്സ് ആണ്. അതായത് എൻട്രി മോഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസിഷൻസ്. ഫസ്റ്റത്തെയാണ് കമ്പനി സൈസ് ആൻഡ് റിസോഴ്സസ്. ഒരു സ്മോൾ സൈസ് കോർപ്പറേഷനാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ലിമിറ്റഡ് മാർക്കറ്റ് സർവീസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതായത് അവർക്ക് കുറച്ച് റിസോഴ്സസ് ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വിദേശ രാജ്യത്ത് പോയിട്ട് ഓളി ഓണ്ട് സബ്സിഡിയറി സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ അതിൽ ഹ്യൂജ് റിസ്ക്കും ഉണ്ട്. അതൊരു ചെറിയ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ സൈസ്, അതുപോലെ തന്നെ അവരുടെ റിസോഴ്സസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഏത് മോഡ് ഓഫ് എൻട്രി ചൂസ് ചെയ്യണമെന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കര വലിയ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പറയുന്നത് റിസ്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഒരു പർട്ടിക്കുലർ മോഡ് ഓഫ് എൻട്രിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റിസ്ക് ഫേംസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്തെല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുത്തും. അതായത് ഓരോ മോഡ് ഓഫ് എൻട്രിക്കും എന്തുണ്ടാവും,
ഓരോ റിസ്കുകളുണ്ടാവും. അപ്പോൾ ഓളി ഓൺഡ് സബ്സിഡറി സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സോ നമ്മുടെ മാനേജ്മെൻറ്റ് എത്രത്തോളം റിസ്ക് എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ അതിനനുസരിച്ചുള്ള മോഡ്സ് ഓഫ് എൻട്രി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. തേർഡ് പറയുന്നത് ഹോം കൺട്രി ഫാക്ടേഴ്സാണ്. അതായത് നമ്മുടെ ഹോം കൺട്രിയിലുള്ള, അതായത് ആ കമ്പനിയുടെ ഹോം കൺട്രിയിലുള്ള പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മോഡ്സ് ഓഫ് എൻട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫോറിൻ നാഷൻസ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഫോറിൻ നാഷൻസിൻ്റെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യും, മോഡ്സ് ഓഫ് എൻട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് അവിടുത്തെ ജനറൽ ബിസിനസ് റെഗുലേഷൻസ്, അവിടുത്തെ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട്, അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതുപോലെ തന്നെ അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ ബയ്യിങ് പാറ്റേണ്, പിന്നെ അങ്ങനെയുള്ള ലെജിസ്ലേഷൻ ലോകൾ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ മോഡ്സ് ഓഫ് എൻട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് പറയുന്നത് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റ് പ്ലേസ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫേം എന്ത് ചെയ്യേണ്ടി വരും, ആ ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ് ചെയ്യുക. അതേപോലെ തന്നെ എക്സ്പോർട്ടിങ് നടത്തിക്കൊണ്ട് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസിങ് മീൻസ് അത് ക്യാഷ് ആക്കിയിട്ട് എടുക്കണം. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ഫോറിൻ കൺട്രിയിൽ മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള മാർക്കറ്റിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ കൺട്രിയിൽ മോഡ്സ് ഓഫ് എൻട്രിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാനിപ്പോൾ കുറച്ച് വലുതായ കാരണം ഞാൻ ഓരോ പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാനെടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.